ഗൈസ്, എല്ലാവരുടെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ ഗൈസ്? എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിവിടെ ഹാപ്പി ആയിട്ടിരിക്കുവാണ്. ഇന്നത്തെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രോൺസ് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നല്ല തേങ്ങക്കൊത്തൊക്കെ ഇട്ട പ്രോൺസ് റോസ്റ്റ്. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അനറ്റ് മേരി. ഞാൻ അയർലൻഡിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുവാണ്. നമ്മുടെ ചാനൽ കുക്കിംഗ് വ്ളോഗ്സ് ഇടാറുണ്ട്, ഡെയിലി വ്ളോഗ്സ് ഇടാറുണ്ട്, പിന്നെ റിക്വസ്റ്റ് പ്രകാരം വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് ഇടാറുണ്ട്. അപ്പോൾ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ ഒന്ന് ഓൺ ആക്കി വെച്ചേക്കുക. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാണ്ട് തുടങ്ങിയാലോ. നമ്മൾ പ്രോൺസ് എടുത്തിട്ടുണ്ട്. 3 പാക്കറ്റ് പ്രോൺസ് ആണ് എടുത്തേക്കുന്നത്. ഇവിടെ ഇങ്ങനെ പാക്കറ്റിലാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് പരിപാടി തുടങ്ങാം. എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം പറയാം. ഈ പ്രോൺസ് പാക്കറ്റിൻ്റെ ആ ഒരു പ്ലാസ്റ്റിക്കിൽ നല്ല കട്ടിയാണ് കേട്ടോ. അപ്പോൾ കത്രിക വെച്ച് സൈഡിൽ പൊട്ടിച്ചിട്ട് വേണം ഇങ്ങനെ പൊളിച്ചെടുക്കാൻ. അതെനിക്ക് ഒട്ടും ഇഷ്ടമില്ലേ. അപ്പോൾ നമ്മൾ പൊളിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ 3 പാക്കറ്റും പൊളിച്ച് നമ്മളൊരു പാത്രത്തിലാക്കിയിട്ടുണ്ട് പ്രോൺസ് എല്ലാം. ഇനി നന്നായിട്ട് കഴുകിയെടുക്കണം. ഇതിനുശേഷം നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, അല്പം മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതും, 1/4 ടീസ്പൂൺ കറുവപ്പട്ട പൊടിച്ചതും, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും, ഉപ്പും അല്പം വിനാഗിരിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്യും. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അല്പം കോൺഫ്ലോർ ആണ്. ഈ കോൺഫ്ലോർ ചേർക്കുന്നത് നമ്മുടെ ഒരു കോട്ടിങ് നന്നായിട്ട് ചെമ്മിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യണം. ആ ഒരു കോട്ടിംഗ് ഒക്കെ നല്ലതുപോലെ ആ ഒരു പ്രോൺസിൽ പിടിക്കുന്ന പരുവത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഒരു മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചാൽ ഏറ്റവും നല്ലത്. ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ഞാൻ വെജിറ്റബിൾ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ കോക്കനട്ട് ഓയിൽ ചെയ്യാം, അതായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ്. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ഓരോ ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഒരു ഫസ്റ്റ് ബാച്ച് ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടാണ് സെക്കൻഡ് ബാച്ച് ഫ്രൈ ചെയ്യുന്നത്. കാരണം എല്ലാം കൂടി ഒരു പാത്രത്തിൽ കൊള്ളത്തില്ല. അപ്പോൾ അത് എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ ആദ്യം കറിവേപ്പില വിട്ടു. അതിനുശേഷം നമ്മൾ ചെമ്മീൻ ഓരോന്നായിട്ട് പെറുക്കി വെച്ചിട്ടുണ്ട്. കോട്ടിംഗ് ഒക്കെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ചെമ്മീനിൽ. ഫ്രൈ ചെയ്യുന്ന ടൈം കൊണ്ട് നമുക്ക് സവോള അരിഞ്ഞെടുക്കാം. വഴറ്റാൻ ആവശ്യമായ സവോളയാണ്. ഞാനൊരു 3 മീഡിയം സൈസ് സവോള എടുത്ത് അരിഞ്ഞെടുക്കുന്നുണ്ട്. നമുക്കൊന്ന് ചെമ്മീൻ ചെക്ക് ചെയ്ത് നോക്കാം. ഏകദേശം മുരിഞ്ഞിട്ടുണ്ട് ഒരു സൈഡ്. അപ്പോൾ ഇത് മറിച്ചിട്ട് കൊടുക്കുവാണ്. അപ്പോൾ ഓരോന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കണം. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വറുത്താൽ മതിയായിരിക്കും. നമ്മുടെ ഫസ്റ്റ് ബാച്ച് പ്രോൺസ് എല്ലാം വറുത്ത് മാറ്റിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ സെക്കൻഡ് ബാച്ച് പ്രോൺസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മുറിയുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ അരിഞ്ഞെടുക്കാം. 4 വെളുത്തുള്ളി അരിഞ്ഞതും, 1 കഷ്ണം ഇഞ്ചിയും, 2 പച്ചമുളകും കറിവേപ്പിലും കൂടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ പ്രോൺസ് വറുത്ത എണ്ണ വെച്ചിട്ടാണ് വഴറ്റുന്നത്. അപ്പോൾ ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് നമ്മൾ വഴറ്റുന്നുണ്ട്. നമ്മുടെ സെക്കൻഡ് ബാച്ച് പ്രോൺസ് ഓൾറെഡി വറുത്തത് ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ എണ്ണയിലാണ് നമ്മൾ വറുത്തുകൊണ്ടിരിക്കുന്നത്. സവാളയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അല്പം ഉപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടും. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ഇല്ലേ, അതിനെ മാടി വിളിക്കുവാണ്. കൺട്രോൾ സഹിക്ക് വയ്യാതെ ഞാൻ ഒരെണ്ണം എടുത്ത് ട്രൈ ചെയ്യുവാണ്. എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. നല്ല മുരിഞ്ഞ പ്രോൺസ് ആണ് കേട്ടോ. കോട്ടിംഗ് ഒക്കെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. കറക്റ്റ് പാകത്തിനാണ് മസാലയും കാര്യങ്ങളൊക്കെ. നമുക്ക് വഴറ്റാനൊന്നും സമയമില്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണെങ്കിലും ചോറിൻ്റെ കൂട്ടത്തിൽ കഴിക്കാം. കിടു ടേസ്റ്റ് ആണ്. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതും, 1/2 ടീസ്പൂൺ കറുവപ്പട്ട പൊടിച്ചതും, അല്പം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. 3 മീഡിയം സൈസ് തക്കാളി അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. തക്കാളിയുടെ ഫ്ലഷ് ഒക്കെ നന്നായിട്ട് ആ ഒരു മസാലയായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോഴാണ് ആ ഒരു കറിയുടെ ടേസ്റ്റ് വരുന്നത്. എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഞാനാണെങ്കിൽ കാര്യമായിട്ട് പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്ത് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ കുഞ്ഞാവ ബഹളമൊക്കെ ആയിട്ട് ഹസ്ബൻഡ് കൊണ്ട് നടത്തു കൊണ്ടുവന്ന് കിടത്തി. ഇപ്പോഴത്തെ നമ്മൾ കുക്ക് ചെയ്യുന്നിടത്ത് അവനും ഉണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ അവനെ നോക്കി എൻജോയ് ചെയ്തിട്ട് കുക്ക് ചെയ്യുവാണ്. സവാള തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഒരു മസാലയൊക്കെ നന്നായിട്ട് പ്രോൺസിൽ പിടിക്കണം. അതുപോലെ മിക്സ് ചെയ്യണം. ഇത് ആക്ച്വലി നല്ല ടെംപ്റ്റിംഗ് ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. ഞാൻ മിക്കപ്പോഴും ഇത് ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഉണ്ടാക്കുമ്പോഴൊക്കെ പെട്ടെന്ന് തന്നെ തീർന്നു പോകാറുണ്ട്. അപ്പോഴത്തെ പാകത്തിനായിട്ടുണ്ട്. ഞാൻ ഒരെണ്ണം കഴിച്ച് നോക്കട്ടെ. എനിക്കാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാണ്ടിരിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ ട്രൈ ചെയ്യുവാണ്. ആ മസാലയൊക്കെ നന്നായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് പാകത്തിനാണ്. എരിവാണെങ്കിലും എല്ലാം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ എപ്പോഴെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ. ഫൈനൽ സ്റ്റെപ്പ് നമ്മുടെ തേങ്ങക്കൊത്ത് അത് വറുത്തിടുവാണ്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന തേങ്ങക്കൊത്താണ് കേട്ടോ. ഇതാണെങ്കിൽ ഉണക്കിയ തേങ്ങക്കൊത്തും കൂടെയാണ്. അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് എൻഹാൻസ് ചെയ്യും. തേങ്ങക്കൊത്ത് വേണമെങ്കിൽ നമുക്ക് വഴറ്റുന്നതിന് മുന്നേ ആദ്യം വറുത്ത് മാറ്റിയതിന് ശേഷം ബാക്കി സവാളയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് വഴറ്റാവുന്നതായിരുന്നു. ഞാൻ ആക്ച്വലി ആ ടൈമിൽ അത് ഓർത്തില്ല, മറന്നേ പോയി. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ അത് വറുത്ത് ചേർക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. പരിപാടി കഴിഞ്ഞു. നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കാര്യമായിട്ട് നമുക്ക് കറികളൊക്കെ ഉണ്ട്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചെമ്മീൻ ചമ്മന്തിപ്പൊടി, ചെമ്മീൻ റോസ്റ്റ്, തൈര്, ചെറുപയർ മെഴുക്ക് പുരട്ടിയത്, കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ പോർക്ക് റോസ്റ്റ്, പിന്നെ എനിക്ക് ടോട്ടില്ല. അപ്പോൾ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പ്രോൺസ് റോസ്റ്റ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം. അടിപൊളി ടേസ്റ്റ് ആണ്, ഞാൻ ഗ്യാരണ്ടി.
അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ് സെക്ഷനിൽ അറിയിക്കുക എങ്ങനെയുണ്ടായിരുന്നുള്ളത്. അപ്പോൾ അത്രയും എന്ത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ടാപ്പ് ചെയ്തിട്ട് ചോദിക്കുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസ് റിലേറ്റീവ്സിനൊക്കെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം. അപ്പോൾ ഒരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ, ടേക്ക് കെയർ ആൻഡ് സന്നു സൈനിങ് ഓഫ്.